നമസ്കാരം. രജനീകാന്തിനെ നായകനാക്കി നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ബ്ലോക്ക് ബസ്റ്റർ ചിത്രം തന്നെയായിരുന്നു ജയിലർ. തലവരെ എടുത്തുപൊക്കിയ സിനിമ എന്ന് തന്നെ നമ്മൾ ജയിലറിനെ വിശേഷിപ്പിക്കാം. ഇതായിപ്പോൾ ജയിലറിന്റെ രണ്ടാം ഭാഗം എല്ലാവരുടെ മുന്നിലേക്ക് വരുന്നു എന്നതാണ് ഏറ്റവും പുതുതായി വന്ന പ്രധാന വാർത്ത. ചിത്രത്തിന്റെ അനൗൺസ്മെന്റ് ടീസർ അണിയറ പ്രവർത്തകർ ഇന്നലെ പുറത്തിറക്കിയിരിക്കുന്നു. ഇന്നലെ വൈകിട്ടോടെ തന്നെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു രജനീകാന്തിന്റെയും നെൽസന്റെയും ഒരു കിടിലൻ സർപ്രൈസ് പുറത്തു വന്നത്. രജനീകാന്തിനോടൊപ്പം നെൽസണും അനിരുദ്ധും ടീസറിലുണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജയിലറിലെ ഏറ്റവും സുപ്രധാന ഒരു സീൻ എടുത്തു വെച്ചുകൊണ്ട് തന്നെയാണ് അതിന്റെ ടീസർ തുടങ്ങിയിരിക്കുന്നത്. ജയിലറിലെ വില്ലൻ കഥാപാത്രമായ വിനായകനെ കയ്യടി നേടിയപ്പോൾ തന്നെ മോഹൻലാലിന്റെയും ശിവരാജ്കുമാറിന്റെയും അതിഥിവേഷങ്ങൾ തിയേറ്ററിൽ തരംഗം സൃഷ്ടിച്ച ജയിലർ ഇപ്പോഴും എല്ലാവരുടെയും കണ്ണുകളിലുണ്ട്. അതുകൊണ്ട് മലയാളികൾക്ക് ഒരു പ്രത്യേകം ഇഷ്ടമുള്ള ഒരു സിനിമ തന്നെയാണ് ജയിലർ എന്ന് പറയാം. മോഹൻലാൽ അതിഥിവേഷത്തിൽ എത്തുമെന്ന് വിചാരിച്ചു വരുന്നെങ്കിലും അദ്ദേഹം വന്നിരുന്ന സീനുകളും എല്ലാം തന്നെ ഗംഭീരമാക്കുകയായിരുന്നു. ജയിലർ 2 വരുമ്പോൾ മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് മലയാളികൾ അടക്കമുള്ള ആരാധകർ ഇപ്പോൾ ആ ചിത്രത്തിൽ നോക്കുന്നത്. സമീപകാല തമിഴ് സിനിമയിൽ ഏറ്റവും ട്രെൻഡ് സൃഷ്ടിച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു രജനീകാന്ത് നായകനായ ജയിലർ. നെൽസൺ ദിലീപ് കുമാറിന്റെ രചനയും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ മറ്റ് കാസ്റ്റിംഗും ശ്രദ്ധേയം തന്നെയാണ്. രജനീകാന്തിനൊപ്പം നിൽക്കുന്ന വില്ലൻ റോളിലൂടെ വിനായകൻ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ തന്നെ മോഹൻലാൽ, ശിവരാജ്കുമാർ, ജാക്കി ഷെറാഫ് തുടങ്ങിയവരെല്ലാവരും തന്നെ ഉണ്ട്. അതിഥിവേഷങ്ങളിലെത്തി ഇവർ 3 പേരും കയ്യടി നേടുകയായിരുന്നു. ജയിലർ വിജയം നേടിയതിന് പിന്നാലെ ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പ് അന്നു മുതൽ ആരാധകർ തുടങ്ങിയതാണ്. ഇന്നിതാ ചിത്രത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുകയാണ്. പതിവ് നെൽസൺ രീതിയിലുള്ള ഒരു പ്രഖ്യാപനമാണ് 4 മിനിറ്റ് നീളമുള്ള വീഡിയോയിലൂടെ സൺ പിക്ചേഴ്സ് പുറത്തുവിട്ടത്. അനിരുദ്ധും നെൽസണും രജനീകാന്തും പ്രമോ വീഡിയോയിലുണ്ട്. സൺ ടിവിയുടെ യൂട്യൂബ് ചാനലുകളിലും ഓൺലൈൻ റിലീസിനോടൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലും പ്രമോ എത്തിയിരുന്നു. രാജ്യത്തെ 15 നഗരങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട തിയേറ്ററുകളിലാണ് പ്രമോയുടെ റിലീസ് ചെയ്തത്. കേരളത്തിൽ തിരുവനന്തപുരത്തും പാലക്കാടുമായി 2 തിയേറ്ററുകളിലാണ് പ്രമോ പ്രദർശിപ്പിച്ചത്. തിരുവനന്തപുരം ഏരീസ് പ്ലെക്സ് OD 1ലും പാലക്കാട് അരോമയിലും ഉണ്ടായിരുന്നു. അതേസമയം രണ്ടാം ഭാഗത്തിൽ മോഹൻലാലിന്റെ കഥാപാത്രം ഉണ്ടാവുമോ എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് മലയാളികൾ. ജയിലർ 2 ഇടാൻ 2 പേരുകളാണ് നെൽസൺ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നേരത്തെ റിപ്പോർട്ടുകളൊക്കെ ഇതിനെക്കുറിച്ച് എത്തിയിട്ടുണ്ടായിരുന്നു. രജനീകാന്തിന്റെ മുത്തുവേൽ പാട്ടീൻ എന്ന കഥാപാത്രത്തെ കൂടുതൽ ആഴത്തിൽ സമീപിച്ചതായി തന്നെ രണ്ടാം ഭാഗം എന്നാണ് അറിയിക്കുന്നത്. ബോക്സ് ഓഫീസിൽ ഏതാണ്ട് 600 കോടിയോളം നേടി 2023 ബോക്സ് ഓഫീസ് ഹിറ്റ് ആയിരുന്നു ഈ ചിത്രം. രജനീകാന്തിന്റെ കരിയറിൽ ഏറ്റവും വലിയ പണം വാരികളിൽ ഒന്ന് തന്നെയാണ് ജയിലർ. കൂലിയാണ് ഇപ്പോൾ രജനീകാന്ത് അഭിനയിക്കുന്ന ചിത്രം. അതും സൺ പിക്ചേഴ്സ് തന്നെയാണ് നിർമ്മിക്കുന്നത്. സംവിധാനം ലോകേഷ് കനകരാജാണ്. സൂപ്പർ സ്റ്റാർ രജനീകാന്ത് ചിത്രം ഭാഷ റീ റിലീസ് ചിത്രം പുറത്തിറങ്ങി 30 വർഷം തികയും പശ്ചാത്തലത്തിലാണ് അണിയർ പ്രവർത്തകർ ഇപ്പോൾ ഇതിന്റെ റീ റിലീസിന് എടുക്കുന്നത്. 4K ക്വാളിറ്റിയോടെ ഡോൾബി അറ്റ്മോസ് റീമാസ്റ്റർ ചെയ്താണ് ചിത്രം വീണ്ടും എത്തുന്നത്. 1995 ജനുവരി 12 പുറത്തിറങ്ങിയ സിനിമ മികച്ച കളക്ഷൻ സ്വന്തമാക്കിയിരുന്നു. രജനീകാന്ത് നായകനായി എത്തിയ ചിത്രത്തിൽ നഗ്മയാണ് നായിക കഥാപാത്രത്തിൽ എത്തിയത്. മറ്റ് സിനിമകളെ മാസ് സിനിമകളെ ബെഞ്ച്മാർക്കുകളുടെ ഒന്നായി തന്നെ കാണപ്പെട്ടിരുന്ന ഒരു സിനിമ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ പടം. രജനീകാന്തിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളൊന്നുകൂടിയാണിത്. രഘുവരനാണ് സിനിമയിലെ പ്രധാന വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ജനകരാജു, ദേവൻ, ശശികുമാർ, വിജയകുമാർ, ആനന്ദ് രാജ്, ചരൺ രാജ്, കിട്ടി, സത്യപ്രിയ, യുവറാണി, അൽഫോൻസ, ഹേമലത, ദളപതി, ദിനേശ് തുടങ്ങിയവരും സിനിമയുടെ ഭാഗമായിരുന്നു. സിനിമയിലെ ഗാനങ്ങളും ഡയലോഗുകളും എല്ലാം ഇപ്പോഴും ഹിറ്റായി തന്നെ തുടർന്നു കൊണ്ടുപോകുമ്പോഴാണ് ഇപ്പോഴത്തെ ജയിലർ 2 വരവ് കൂടി അറിയിച്ചിരിക്കുന്നത്.